കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് പാളി തകർന്നു വീണു. ക്രെയിൻ ഉയർത്തുമ്പോൾ കയറ് പൊട്ടി വീഴുകയായിരുന്നു. മിഥിലാബാലൻ കോഴിക്കോടും ചെയ്തു. മിഥില, എപ്പോഴായിരുന്നു അപകടം? ഏത് റീച്ചിലാണ് ഈ അപകടം സംഭവിച്ചത്? സുഹേലെ, ഉച്ചയ്ക്ക് 12:55 ഈ ഒരു അപകടമുണ്ടായത്. ഞാനിപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തിരുവങ്ങൂരിലുണ്ട്, ആ സ്ഥലത്തുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ക്രെയിൻ വെച്ചുന്നതിനാണ് ഇത്തരത്തിൽ ഈ കോൺക്രീറ്റ് പാളി താഴെ ദൃശ്യങ്ങൾ കാണാം. സർവീസ് റോഡാണ്, കോഴിക്കോട് കണ്ണൂർ ദേശീയപാത ഈ വഴിയാണ്. വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. വെള്ളിയാഴ്ചയാണ്, ആളുകൾ പള്ളിയിൽ പോകുന്ന ഒരു സമയമായതുകൊണ്ട് ആ സമയത്ത് അത്ര തിരക്ക് റോഡിൽ ഉണ്ടായിരുന്നില്ല. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം ഇവിടുത്തെ DYFI CPM പ്രവർത്തകരുണ്ട്. ഇതിനു മുൻപ് തന്നെ ഈ ഒരു നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ നൽകിയതായിരുന്നില്ലേ? പരാതി മാത്രമല്ല, നിരന്തരമായി CPM ഉം DYFIയും ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സമരം ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടങ്ങൾ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വമില്ലാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല, ഈ നിർമ്മിതി തന്നെ അശാസ്ത്രീയമാണ്. ഇതും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത, നേരത്തെ പോലെ വിള്ളൽ സംഭവിച്ച് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായും നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഇതിനെ വീണ്ടും നിർമ്മിക്കാന്, അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഇതിലൊരു ആവശ്യപ്പെടുന്നത്? എന്താണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇത് പൂർണ്ണമായും ജനങ്ങളുടെ സുരക്ഷിതത്വം മുൻനിർത്തി മാത്രമേ ഇത് നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പാടുള്ളൂ. അതുതന്നെയാണ് ഇവിടെ ഇത് ആദ്യ തവണയല്ല ഇത് വീഴുന്നത്. നേരത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ഇതേമാതിരി തന്നെ ഒരു കട്ട താഴോട്ട് വീണു. അപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടായില്ല. ഇത് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് അശ്രദ്ധമായി ചെയ്യേണ്ട കാര്യമല്ല. അപകടം എപ്പോൾ വരും എന്നുള്ളത് പറയാൻ കഴിയില്ല. വന്നു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത്രയും ഭീകരമായ, അത്രയും ഭാരമുള്ള ഒരു ഇതാണ് വീഴുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് സ്കൂളുള്ള പ്രദേശമാണ്. അതായത് 4-ാം തീയതി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണ്. ഉച്ചയ്ക്ക് ആ സമയം, വെള്ളിയാഴ്ച ആ സമയത്ത് സ്കൂൾ വിടുന്ന സമയമാണ്. ആ സമയത്ത് നൂറുകണക്കിന് കുട്ടികൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കടന്നു പോകും. സുഹേൽ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണവുമില്ല. ക്രെയിൻ ഉപയോഗിച്ച് ഈ സ്ലാബ് ഉയർത്തുന്നത് ഇതുപോലുള്ള കയറെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒട്ടും ബലമില്ലാത്ത ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലാബ് ഉയർത്തുന്നത്. അത് പൊട്ടി വീണിട്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഇവർ പറഞ്ഞതുപോലെ, ഈ നേതാക്കൾ പറഞ്ഞതുപോലെ, ഈ ഒരു റോഡിന് സമീപം തിരുവങ്ങൂർ സ്കൂളാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. ഇന്ന് അവധി സമയമായതുകൊണ്ട് മാത്രമാണ് ഇതുവഴി ആ സമയത്ത് കുട്ടികളൊന്നും പോകാതിരുന്നത്. പോകുന്നതിനിടെയാണ് മുകളിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. എന്തായാലും അശാസ്ത്രീയ നിർമ്മാണമെന്ന ആരോപണം പതിവ് പോലെ ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.